പിടിച്ചില്ലേ? എവിടെ നോക്കിയാണോ നടക്കുന്നത്? വരട്ടെ. വാഴംപോലെ എങ്ങാനാണോ? അധികം കിടക്കണ്ട. ലോനപ്പന, ലൈൻമാൻ ലോനപ്പൻ. എപ്പ നോക്കിയാലും കൊമ്പത്താ. നീ എന്താ കൊരങ്ങനാണോടാ പട്ടി? പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വഴിക്ക് പോകുമ്പോ മോളീന്ന് വിളിക്കരുത്. ഇനി എന്റെ സ്വഭാവം മാറും കേട്ടാ. ഈ പരട്ട സ്വഭാവം മാറാൻ വേണ്ടിട്ട് തന്നെയാ വിളിച്ചത്. എന്നെങ്കിലും നീ ഞാനും തമ്മിൽ മുട്ടും. സുഗുണനൊരു ഫുൾ ചായ എടുക്കട്ടെ? ഒരു ഫുൾ ചായ എടുക്കാറായടാ നീ. ദേവഹിന്ദുഭൂതം എന്താ ഇത്? നീല നിറം. നീല നിറോ? മിണ്ടരുത്. അപ്പൊ കണിവെച്ചതിൽ ഒന്ന് ഇതായിരുന്നല്ലേ? എന്തായിരുന്നെന്ന് എനിക്കറിയാം എല്ലാത്തിനെയും. പിള്ളേര് കണി കാണിച്ചെന്നറിഞ്ഞ് എന്താ കാണിച്ചത്? വാ കാണിച്ചു തരാം. ഓ അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. സുഗുണം പോകരുത്. ഇത് എവിടെ കൊണ്ടേ വെച്ചേക്കണത്? എവിടെ? വൃത്തികേട് ആണല്ലോ. ഇതിലും വൃത്തികെട്ട 5 എണ്ണമാണ് ഞാൻ കണ്ടത്. അതിലൊന്ന് നീല നിറം. നീല നിറം? അതാർക്കാ നീല നിറത്തിന്? കേസ് കൊടുക്കണം പിള്ളേച്ചാ. പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? ആട്ടെ, ഒരിക്കൽ കൂടി കണ്ടാൽ ഈ 5 പിള്ളേച്ചിന് തിരിച്ചറിയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ കരക്കാരെ മുഴുവൻ വിളിച്ചു വരുത്തിട്ട് തിരിച്ചു നിർത്തിയ ഒരു തിരിച്ചറിയൽ പരേഡ് നടത്തിയാ പോരാ? ശരിയാണ്. നീല നിറത്തിലുണ്ടല്ലോ ഒരെണ്ണം. അതേതായാലും അധികമാർക്കും കാണില്ല. കണ്ടുപിടിക്കാനുള്ള എളുപ്പമാണ്. എല്ലാത്തിനും പിടിച്ചകത്തിട്ട് ചന്തിക്കിട്ട് 4 പൊട്ടിക്കണം. ഇന്നവർ പിന്നാമ്പറം കാണിച്ചു, നാളെ ഉമ്മറം കാണിച്ചാലോ? ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ച? വേണ്ട, ചന്തിന്ന് എഴുതണ്ട, കുണ്ടീന്നാവല്ലോ. രണ്ടും ഒന്നല്ലേ? ആ കള്ള മീശമാധവനെയും കൂട്ടുകാരെയും ചോണയുള്ള പോലീസാണെങ്കിൽ പിടിച്ച് ലോക്കപ്പിലിട്ട് 4 ചാമ്പിയാമ്പ്. പോലീസിന് പിള്ളേച്ചന്റെ അത്ര ചോണയില്ല, അത് സത്യ. ഇത് പഴയ കാലൊന്നും അല്ല പിള്ളേച്ച. വേറെ വല്ല വകുപ്പും ചേർത്ത് അവനെ 3-4 മാസം ഉള്ളി തള്ളാൻ നമ്പൂരിശം പോലീസിന് എന്ത് തരണം? പറഞ്ഞോളൂ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിക്കാം. പാർട്ടിയുടെ ചേക്കിലെ യൂത്ത് വിംഗ് സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞ അവർക്ക് തള്ളിക്കളയാനാവില്ല. അന്ന് കള്ളവണ്ടി കേറി പാതി വഴിക്ക് ഇറക്കി വിട്ടില്ലേ? അതിനുശേഷം തിരുവനന്തപുരം കാണാൻ പോയോ ത്രിവിക്രമ? ഉസ്തല്ലേ, തിരുവനന്തപുരം അവിടെ തന്നെ കാണൂലേ? ഓടിപ്പോയൊന്നുമില്ലല്ലേ? എപ്പോ വേണമെങ്കിലും അവിടെ തന്നെ കാണാം. പുതിയ SI വന്ന് ചാർജ് എടുക്കുന്നത് വരെയുള്ള തന്റെ ഹെഡ് കോൺസ്റ്റബിൾ ഭരണം അത് മറക്കണ്ട. പിള്ളേച്ച, ഞാൻ അവനെ വിളിച്ചൊന്ന് ഉപദേശിക്കാം, അല്ലാതെ കേസാക്കാനുള്ള വകുപ്പൊന്നും ഇല്ല. അപ്പോ തുണിപൊക്കി കാണിച്ച ഇവിടെ കേസൊന്നും ഇല്ലല്ലേ? ഇല്ല. പിള്ളേച്ച, ലീഡറിന്റെ നമ്പർ മാറിയോ? എന്താ പിള്ളേച്ച? ഇത് കേസാക്കാനും വകുപ്പില്ലല്ലോ. വീണു. മാധവ, ഒന്ന് നിന്നേ. നിന്റെ കിണ്ടി ഉണ്ടാവൂടാ ഒന്നെടുക്കാൻ? അതെ അതെ, കട്ട മുതൽ തന്നെ വാങ്ങണം. കിണ്ടി ഒരെണ്ണമുണ്ട്, പക്ഷെ അത് ഓമനടുത്തേക്ക് പറ്റില്ല. വില ഇത്തിരി കൂടുതലാ. വില നോക്കണ്ട ഓമനടുത്ത്. ഇവൻ എന്റെ കൂട്ടുകാരനായതുകൊണ്ട് പറയണല്ല. ഇതുപോലൊരു കിണ്ടി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു കിണ്ടി എന്ന് പറഞ്ഞാൽ 1.5 കിണ്ടി വരുന്നേ. ഓ, ഒരുപാട് വലുതായാലും പാടാന്നേ, എടുത്ത് പെരുമാറണ്ടല്ലേ? ഇതൊക്കെ വലിപ്പവും പാകവും നോക്കി എടുക്കാൻ പറ്റും ഓമനടുത്ത്. പാദസരമുണ്ടോ മാധവേട്ടാ? ഒരു കിരീടമുണ്ട്, വേണ? യേശുക്രിസ്തു ഉപയോഗിച്ചതാ മുൾക്കിരീടേ. പാദസരത്തിനൊക്കെ ആളുണ്ടെന്ന് ആരറിഞ്ഞു? ഞാനത് നോക്കട്ടെ. കൊണ്ടുവന്ന് വാങ്ങിക്കോ. ഫാഷനുള്ളത് വേണം. അത് ഞാൻ ഏറ്റു. അപ്പൊ എനിക്ക് കിണ്ടിയോ? കൊണ്ടുവരാം. അവൻ മീശ വിരിച്ചിട്ടുണ്ട്, കൊള്ള കിണ്ടി പോവാതെ നോക്കിക്കോ. വെറുതെ എല്ലാ നാട്ടില് കള്ളന്മാര് പെരുകുന്നത്. നല്ല പ്രോത്സാഹനമല്ലേ? എന്താ എടാ, കക്കുന്നതിനേക്കാൾ തെറ്റാണ് കട്ട മുതൽ വാങ്ങി ഉപയോഗിക്കുന്നത് കേട്ടാ. ആണോ? നല്ല വാച്ചങ്ങട് ഊരി. ഒരു തമാശ പറഞ്ഞപ്പോ വാച്ചൂരാൻ പറയും. അങ്ങനെയാണെങ്കിൽ സൈക്കിളിൽ തന്നെ കയറി നടക്കാൻ പറ്റുമോ? നിങ്ങളുടെ പ്രസിഡന്റ് വരും. മാധവ, ഒരു 10 രൂപ ഗുരുദക്ഷിണായിട്ട് ചെന്നേ. ഇപ്പൊ തരാന്നാ? എന്നാ പിന്നെ തരാ. ഗുരുദക്ഷിണ കൊറേ ആയിട്ടാ. എവിടേക്കാ? ചങ്ങരക്കുളത്തേക്കാ. അവിടെ എന്താ? ഗോവിന്ദന്റെ മോളുടെ കല്യാണമല്ലേ? അത് നാളെയല്ലേ? ഇപ്പൊ വെച്ച് പിടിപ്പിച്ചാൽ ഈ കാലം കൊണ്ട് നാളെ കാലത്ത് അവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പൊ ചേച്ചി? അവള് കാലത്ത് വന്നാ മതിയല്ലോ.
ആണി എന്റെ കാലിലല്ലേ? ഇത് പറഞ്ഞേ സൂക്ഷിച്ച്. മുള്ളാണി തുപ്പിയ പപ്പയുടെ കാലിൽ ഇപ്പൊ നിറയെ ആണിയാ. മീശമാധവൻ ആരെങ്കിലും നോക്കി മീശ പിരിച്ചിട്ടുണ്ടോ അന്ന് അവന്റെ വീട്ടിൽ കേറിയിരിക്കും. അങ്ങനെ മീശ പിരിച്ച് പിരിച്ച് വയസ്സാം കാലത്ത് മേലാസകലം രോമം കേറി ആൾക്കുരങ്ങിനെ പോലെയാകും. പക്ഷെ പപ്പേട്ടനെ പോലെ കട്ടപ്പെടേണ്ടി വരില്ല മോനെ. സർക്കസിൽ പോകാം. ദേവഹിന്ദുഭൂതം വർഷ മംഗളഗോളം. ഓമനടുത്തേ ഇനി കിണ്ടിയില്ല എന്നുള്ളൊരു കുറവ് വേണ്ട. ഇത് എവിടുത്തേടാ? എവിടുത്തെ ആയാലും എന്താ, ഇവിടെ ആരും അന്വേഷിച്ച് വരാനൊന്നും പോണില്ല. എടാ കാശിപ്പോ? കാശൊക്കെ ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. എടാ നിക്കടാ, ചായ കുടിച്ചിട്ട് പോ. ചേച്ചി എന്താ ഇവിടെ ചൂടില്ലേ? ശരിക്കും വീശിക്കലോട്ടോ, കാറ്റ് പാറായിരിക്കല്ലേ. ഓമനടുത്തേ ഞാൻ പോവാ. ആ രമണിയച്ചക്ക് ഒരു ഉരുളി കൊടുക്കാന്ന് പറഞ്ഞിരുന്നേ. എടാ മാധവാ നിക്ക്, ചായ കുടിച്ചിട്ട് പോടാ. ഓ ഈ ചെക്കന്റെ ഒരു കാര്യം. അയ്യോ അയ്യോ എന്റെ ഉരുളി. നിനക്കത് വേണടേ.